ഇന്ന് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് ഓൺലൈൻ വഴിയാണല്ലോ. പലപ്പോഴും നല്ലവരും അല്ലാത്തവരുമായ ഒട്ടേറെ ആളുകൾ ഇവിടെ നമ്മൾക്ക് കാണാം. നല്ലതു പറഞ്ഞു വന്ന് പിന്നീട് മോശമായി പെരുമാറുന്നവരെ തിരിച്ചറിയുക പ്രയാസമാണ്. അത് ശരിയാണ്. എൻ്റെ ഒരു ലൈവിൽ ഇതേപോലെ ഒന്നും ഒരുത്തം നല്ല രീതിക്ക് ചേച്ചി ചായയൊക്കെ കുടിച്ചോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു വന്നിട്ട് ലാസ്റ്റ് അനാവശ്യം കമൻറ്റ് ഇട്ടായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാനും പ്രയാസമാണ്. അത്തരം സന്ദർഭങ്ങളിൽ എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്: മോശമായി സംസാരിക്കുന്നവരോട് മറുപടി നൽകി തർക്കിക്കാൻ പോയാൽ അത് അവരുടെ ബാഡ് കമൻറ്റ്സ് കൂടാനേ കാരണമാകും. അതെ, അതും ശരിയാണ്. അപ്പം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് നമ്മളവരെ മെയിൻ ചെയ്യാതിരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അതിനു പകരം അത്തരം ആളുകളെ അവോയ്ഡ് ചെയ്യുകയാണ് ഏറ്റവും ഉചിതം. നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ അവർ താനെ പിന്മാറിക്കോളും. മറിച്ച് നമ്മളെ സ്നേഹിക്കുന്ന, നല്ല കാര്യങ്ങൾ ചോദിക്കുന്ന ആളുകളോട് തിരിച്ച് പറയാനാണ് പറയണത്. ബാക്കി സബ്സ്ക്രൈബേഴ്സിനോട് മാത്രം സ്നേഹത്തോടെയും മാന്യമായും മറുപടി നൽകുക. പോസിറ്റീവ് ആയിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. നമുക്ക് നല്ല അന്തരീക്ഷം നിലനിർത്താം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞൊരു മോട്ടിവേഷൻ തന്നപ്പോൾ ഒരു ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഒരു ബാഡ് കമൻറ്റ് വന്നത്. അപ്പോൾ ഇത് നമുക്ക് വായിച്ചപ്പോൾ ഒരു സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ നല്ല രീതിക്കുള്ള റിപ്ലൈ കൊടുക്കാൻ നമ്മൾ നോക്കിയിട്ടുള്ളൂ. പിന്നെ മോശമായിട്ട് കമൻറ്റ് ഇടുന്നവരടുത്ത് ഒരു വട്ടം 2 വട്ടം നമ്മൾ പറയും. പിന്നെ ഓല് നന്നാളില്ല കണ്ടു കഴിഞ്ഞാൽ നമ്മളത്